ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈസ്, ആർ, ആം വെച്ചിട്ട് നെഗറ്റീവ് സെന്റൻസസ് എങ്ങനെ മേക്ക് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് ഈസ്, ആർ, ആം വെച്ചിട്ട് പോസിറ്റീവ് സെന്റൻസസ് എങ്ങനെ മേക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം അത് കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. അതുപോലെ നമ്മളുടെ ഗ്രൂപ്പിലിടുന്ന അല്ലെങ്കിൽ നമ്മളുടെ ചാനലിലിടുന്ന എല്ലാ വീഡിയോസും ബിഗിനേഴ്സിനുള്ളതാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അല്ല എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ആണ്, ഞാൻ ഡോക്ടറാണ്, എൻജിനീയർ ആണ്, സ്റ്റുഡൻ്റ് ആണ്, ഹാപ്പി ആണ്, സാഡ് ആണ് എന്നൊക്കെയാണ്. ഇത് നെഗറ്റീവ് ഫോമാണ് അല്ല. അതായത് ഹാപ്പി അല്ല, സാഡ് അല്ല, സ്റ്റുഡൻ്റ് അല്ല, അഡ്വക്കേറ്റ് അല്ല, എൻജിനീയർ അല്ല, അങ്ങനെയുള്ള നെഗറ്റീവ് സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ആദ്യം സബ്ജക്റ്റ്, അതിനുശേഷം ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം, അതിനുശേഷം നോട്ട് ചേർക്കുന്നു, പിന്നെ നൗണ്. നൗണ് വേണേൽ ചേർക്കാം, അതല്ലെങ്കിൽ നൗണിന് പകരം നമുക്ക് സ്റ്റേറ്റീവ് വെർബ് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ അതാകുമ്പോൾ ആക്ഷൻ വരുന്നില്ല. ആക്ഷൻ വരാത്തതുകൊണ്ട് INGയുടെ ആവശ്യവും ഇല്ല. അപ്പം നമുക്ക് ഇത് വെച്ച് കുറച്ച് സെൻറ്റൻസസ് നോക്കാം. ഐ ആം നോട്ട് എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥിയല്ല. ഹി ഈസ് നോട്ട് ഹാപ്പി, അദ്ദേഹം അല്ലെങ്കിൽ അവൻ ഹാപ്പി അല്ല. ഹി ഈസ് നോട്ട് എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് ഈസിൻ്റെ എന്ന് ചുരുക്കി എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഹി ഈസ് നോട്ട് ഹാപ്പി. ദെൻ ഷീ ഈസ് നോട്ട് മൈ ഫ്രണ്ട്, അവൾ എൻ്റെ സുഹൃത്തല്ല. യു ആർ നോട്ട് ആൻ അഡ്വക്കേറ്റ്, നീ ഒരു അഡ്വക്കേറ്റ് അല്ല. അപ്പോൾ ആർ നോട്ട് എന്ന് പറയുന്നതിന് പകരം ആറിൻ്റെ എന്ന് പറയാം. അപ്പോൾ ആർ നോട്ട് എന്ന് പറഞ്ഞാലും ഒന്നുമില്ല, മറ്റേത് ചുരുക്കി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, അത് നല്ലതല്ല അല്ലെങ്കിൽ ഇത് നല്ലതല്ല. വി ആർ നോട്ട് ഫ്രണ്ട്സ്, ഞങ്ങൾ സുഹൃത്തുക്കളല്ല. ദേ ആർ നോട്ട് സിസ്റ്റേഴ്സ്, അവർ സിസ്റ്റേഴ്സ് അല്ല, അവർ സഹോദരിമാരല്ല. ഐ ആം നോട്ട് എ സിംഗർ, ഞാനൊരു സിംഗർ അല്ല. അപ്പൊ ഇങ്ങനെ എന്തും നമുക്ക് നെഗറ്റീവായിട്ട് സെന്റൻസ് മേക്ക് ചെയ്യണമെങ്കിൽ ഈ സ്ട്രക്ചർ മാത്രം ഓർത്തിരുന്നാൽ മതി. ഇത് വെച്ച് ഇഷ്ടം പോലെ സെന്റൻസസ് നിങ്ങൾക്ക് മേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചെയ്യുകയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? അല്ല. അവിടെ പ്രത്യേകിച്ച് പ്രവൃത്തിയൊന്നും നടക്കാത്തതുകൊണ്ട് നമ്മൾ വെറുതെ അല്ല എന്നങ്ങ് പറഞ്ഞത്. ഇവിടെ ഒരു പ്രവൃത്തി ചെയ്യുകയല്ല എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ സ്ട്രക്ചർ ആദ്യം സബ്ജക്റ്റ്, അതിനുശേഷം ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം പ്ലസ് നോട്ട് പ്ലസ് വേർബിന്റെ ING. നേരത്തെ പറഞ്ഞ സ്ട്രക്ചർ തന്നെയാണ്. ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വേർബ് ING ആയിരിക്കും. മറ്റേത് നൗണും സ്റ്റേറ്റീവ് വെർബ് മാത്രമല്ലേ നമ്മൾ ഉപയോഗിച്ചുള്ളൂ. അപ്പൊ ഈ സ്ട്രക്ചർ ഓർത്തിരുന്നാൽ മാത്രം മതി. അതാത് സബ്ജക്റ്റിനോട് അതാത് ഓക്സിലറി വെർബ് വേണം ചേർക്കാനായിട്ട്. ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അത് ഞാൻ പിന്നെയും എടുത്ത് പറയാത്തത്. ഇനി ഇത് വെച്ച് കുറച്ച് സെന്റൻസുകൾ നോക്കാം. ഐ ആം നോട്ട് സിംഗിങ്, ഞാൻ പാടുകയല്ല, അതായത് ഞാൻ ആ പ്രവൃത്തി ചെയ്യുകയല്ല. യു ആർ നോട്ട് സ്ലീപ്പിംഗ്, നീ ഉറങ്ങുകയല്ല. വി ആർ നോട്ട് വാക്കിംഗ്, ഞങ്ങൾ നടക്കുകയല്ല. ദേ ആർ നോട്ട് ഡാൻസിങ്, അവർ നൃത്തം ചെയ്യുകയല്ല. ഷീ ഈസ് നോട്ട് റീഡിങ്, അവൾ വായിക്കുകയല്ല. ഹി ഈസ് നോട്ട് റൈറ്റിംഗ്, അവൻ എഴുതുകയല്ല. ഇറ്റ് ഈസ് നോട്ട് സ്വിമ്മിങ്, അത് നീന്തുകയല്ല. ദ ചൈൽഡ് ഈസ് നോട്ട് ക്രൈയിങ്, കുട്ടി കരയുകയല്ല. ഋഷി ഈസ് നോട്ട് പ്ലേയിങ്, ഋഷി കളിക്കുകയല്ല. അപ്പൊ നിങ്ങൾക്ക് ഈ സെന്റൻസ് ഒക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതെല്ലാം എന്താണ്? ING ആണ്. സിംഗിങ്, സ്ലീപ്പിംഗ്, വാക്കിംഗ്, ഡാൻസിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്വിമ്മിങ്, ക്രൈയിങ്, പ്ലേയിങ്, ഇതെല്ലാം എന്താണ്? ING ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് ചേർക്കുന്നു, അതിനുശേഷം വേർബിന്റെ ING ആഡ് ചെയ്യുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് അല്ല എന്ന് പറയാനും രണ്ടാമത് പഠിച്ചത് ചെയ്യുകയല്ല, അതായത് ഒരു പ്രവൃത്തി ചെയ്യുകയല്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് തുടർന്നും തരിക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ.